ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് ധനുമാസം 15-ാം തീയതി 30/12/2025. 2025 അങ്ങനെ നമ്മളോട് വിട പറയുകയാണ്. നമുക്ക് നല്ല ഒരു പുതുവർഷം അടുത്ത് വരുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ അനുകൂലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നമുക്ക് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ചില യാത്രകൾ വിഫലമായി തീരാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നത് മൂലം തടസ്സങ്ങളുണ്ടായി കാര്യങ്ങൾ മുടങ്ങാനും നിരാശ ഉണ്ടാകുവാനുമൊക്കെ സാധ്യതയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വളരെ തിരക്കേറിയ ഒരു ദിവസമായിരിക്കും. ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യേണ്ടതായി വന്നേക്കാം. ആത്മസംയമനത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും കാര്യങ്ങൾ മുമ്പോട്ട് നിൽക്കുക. 7:30 ശനി കാലമായതുകൊണ്ട് വളരെയധികം പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുന്നത് വളരെയധികം നന്നായിരിക്കും. ഔദ്യോഗിക രംഗത്ത് ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ പുതിയ സംരംഭങ്ങൾ വിജയിക്കുവാനും അടുത്ത ചില സംരംഭങ്ങൾക്ക് ആരംഭം കുറിക്കുവാനുമൊക്കെ സാധ്യതയുണ്ട്. ജലയാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിരിക്കും. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കാർഷിക രംഗത്തുള്ളവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണകരമായ അനുഭവങ്ങൾ വന്നു ചേരാം. വിവാഹാധികാരികൾക്ക് തീരുമാനമുണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. അതേപോലെ സന്താനങ്ങളുടെ വിവാഹാധികാരികൾക്കും തീരുമാനമെടുക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ക്ഷേത്ര ദർശനം നടത്തുവാനും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുമൊക്കെ സാധ്യതയുണ്ട്. ഭൂമിപരമായ ചില കാര്യങ്ങൾ, തർക്കങ്ങൾ ഒഴിവാക്കുവാനും കേസ് വഴക്ക് ഇതൊക്കെ ഒത്തുതീർപ്പിലെത്താനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. വസ്തു വാങ്ങാനും വസ്തു കൊടുക്കാനും ആലോചിക്കുന്നവർക്ക് അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് പരിശോധിക്കാം. ഇന്നത്തെ ദിവസം മിഥുനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബാധ്യത വരുന്ന ഒരു ദിവസമായിരിക്കും. എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചു എന്ന് വൈകുന്നേരത്തോടു കൂടി അഭിമാനിക്കാൻ സാധിച്ചേക്കാം. എന്നാൽ ചില ശാരീരിക ക്ലേശങ്ങളോ മുറിവുകളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതി വളരെയധികം മോശമാകുമോ എന്നുള്ള ആശങ്ക കൊണ്ട് മനക്ലേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ദീർഘകാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ലഭിക്കുവാനും സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുള്ള ദിവസമായിരിക്കും. കച്ചവടക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായി കാണുന്നു. എന്നാൽ ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അത്ര തന്നെ ഗുണപരമായൊരു ദിവസമായിരിക്കില്ല ഇന്ന്. ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൊണ്ട് ഉപജീവനം നടത്തുന്നവർക്കും ആയുധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം പ്രതികൂലമായി കാണുന്നു. അടുത്തായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദംകാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ദിവസമായിരിക്കുമെങ്കിലും കുടുംബാംഗങ്ങളുമായി ചില കലഹങ്ങൾ പുറപ്പെടുവാൻ സാധ്യതയുണ്ട്. മുതിർന്നവരുമായി ചില തർക്കങ്ങൾ ഏർപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. വീട് വിട്ടു പോകാൻ വരെ തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വാക്കുകൾ ഉപയോഗിക്കുകയും ആത്മസംയമനം പാലിക്കുകയും ചെയ്യുക. വൃത്തിയുള്ള സാഹചര്യത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ചില അസുഖങ്ങൾ പിടിപെടുവാനായിട്ട് സാധ്യത കാണുന്നു. ആരോഗ്യം ശ്രദ്ധിക്കുക. അതേപോലെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യമേഖലയിലും പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ള ദിവസമാണ്. കിട്ടുകയില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ചില ധനമോ അല്ലെങ്കിൽ വസ്തുക്കളോ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരിച്ചു കിട്ടാൻ സാധ്യത കാണുന്നു. ബന്ധുക്കളായി കൂടെ നിൽക്കുന്നവർ, ഉറ്റവർ ഒക്കെ നമുക്ക് അനുകൂലമായി സംസാരിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. യാത്ര അനിവാര്യമായി വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. തർക്കങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സമാധാനം ലഭിക്കുന്ന ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ബന്ധുമിത്രാദികളിൽ ചിലർക്ക് ചില സർജറികളോ പെട്ടെന്ന് ചില ഹോസ്പിറ്റലൈസേഷനോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക.
അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്തരം, മുക്കാല, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ കാര്യങ്ങൾ നടക്കുവാൻ സാധ്യതയുണ്ട്. പൂർവിക ധനം തിരിച്ചു കിട്ടുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. സാമ്പത്തികമായ ചില അഭിവൃദ്ധികൾക്ക് വഴിതെളിക്കുന്ന ദിവസമാണ്. അങ്ങനെയുള്ളൊരു സാഹചര്യം വന്ന് ചേർന്നേക്കാം. എന്നാൽ വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. വാക്കുകൾ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. സന്തോഷകരമായ യാത്രകൾക്കും സാധ്യതയുണ്ട്. തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. യാത്രകൾക്ക് തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. അതേപോലെ പുതിയ പ്രോജക്റ്റുകളൊക്കെ വന്ന് ലഭിക്കാൻ സാധ്യതയുണ്ട്. IT-കാർക്ക് വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും ഇന്ന്. തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആരോഗ്യപ്രദമായ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾക്ക് അയവ് വരാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ദൂരയാത്രയ്ക്ക് സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും. കേസ്, വഴക്ക് എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിന് ആശ്വാസകരമായ ഒരു സമീപനം ലഭിക്കുന്ന ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, യൂണിഫോം ഇട്ട ജോലികൾ ചെയ്യുന്നവർക്ക്, അധികാരമുള്ള ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ദോഷകരമായ കൂട്ടുകെട്ടുകളിലോ അല്ലെങ്കിൽ ദൂഷിത വലയത്തിലോ ഒക്കെ പെടാൻ സാധ്യതയുള്ള ദിവസമായതുകൊണ്ട് യുവാക്കൾ വളരെ ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ പല അനുഭവങ്ങളും ഉണ്ടാകുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില മനക്ലേശങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വാക്കുകളോ അല്ലെങ്കിൽ വാക്കുകൾ ഉപയോഗിക്കാത്തത് കൊണ്ടോ, അതായത് അനാവശ്യമായ മൗനം കൊണ്ടോ അല്ലെങ്കിൽ വേണ്ടിടത്ത് വേണ്ടത് പറയുവാൻ തയ്യാറാകാത്തത് കൊണ്ടോ വേണ്ടാത്തത് പറയുകൊണ്ടോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുകയില്ല. കലഹത്തിന് സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ഗൃഹാന്തരീക്ഷം വളരെ സമാധാനം നിറഞ്ഞതായിരിക്കും. പുറത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് യുവാക്കൾ ശ്രദ്ധിക്കുക. വാക്ക് തർക്കത്തിനോ അടിപിടിക്കോ ഒന്നും പോകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. ശാരീരികമായ ക്ലേശങ്ങളുണ്ടാകുവാനും ശാരീരികമായ വ്രണങ്ങളുണ്ടാകുവാനും ക്ഷതങ്ങളുണ്ടാകുവാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമാണ്. ഉണങ്ങാത്ത മുറിവുകളുള്ളവർക്ക്, വെരിക്കോസ് പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഇന്നത്തെ ദിവസം അത് അധികരിക്കുവാനും ബ്ലീഡിംഗ് ഉണ്ടാകാനുമൊക്കെ സാധ്യത കാണുന്നു. വളരെ ശ്രദ്ധിക്കുക. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മൂലം, പൂരാട, ഉത്രാടം, കാല് ആണ് ഈ ധനുക്കൂറിൽ വരുന്നത്. ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. ആരോഗ്യകാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുന്നതായി കാണുന്നു. പുതിയ ചില കൂട്ടുകെട്ടുകൾ വലിയ സന്തോഷത്തിലേക്ക് നയിക്കുന്നതായി കാണുന്നു. പങ്കാളികളെ തേടുന്നവർക്ക് ഇന്ന് പങ്കാളിയെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകും എന്നൊരു ഉറപ്പ് കിട്ടുന്ന ദിവസമായിരിക്കും. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ നല്ല ഒരു ദിവസമായിരിക്കുകയില്ല എന്നാൽ കായിക രംഗത്തും മറ്റ് കലാരംഗത്തും പ്രവർത്തിക്കുന്നവർക്കും സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും എഴുത്തുകാർക്കുമൊക്കെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. പ്രതീക്ഷിക്കാത്ത ചില ബന്ധുക്കളെ കണ്ടെത്താനും സുഹൃത്തുക്കളെ കണ്ടെത്താനും ഒക്കെ സാധ്യതയുണ്ട്. വിശേഷ വസ്ത്രങ്ങൾ ലഭിക്കുവാനും ഇഷ്ടാഹാരം ലഭിക്കുവാനുമൊക്കെ സാധ്യത കാണുന്നു. അലർജി തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്ക് വൈഷമ്യങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. വൈദ്യസഹായം തേടേണ്ടതായി വന്നേക്കാം. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ തൊഴിൽ രംഗത്ത് ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ ദിവസമായിരിക്കും. കായികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക്, കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസമായിരിക്കും. സന്താനങ്ങൾക്ക് ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. അവരുടെ ഐശ്വര്യവും സമ്പത്തും അല്ലെങ്കിൽ അവരുടെ വളർച്ചയുമൊക്കെ കണ്ട് സന്തോഷിക്കാൻ ഇടവരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരിട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. എന്നാൽ
ഗുണാധിക്യമാണ് കാണുന്നത്. ചില സുഹൃത്തുക്കൾ മൂലം നമുക്ക് വളരെ ആശ്വാസകരമായ അനുഭവങ്ങളുണ്ടാകാം. തൊഴിൽ രംഗത്ത് നിന്ന് വളരെയധികം അനുകൂലമായ അനുഗ്രഹങ്ങളും അനുമോദനങ്ങളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് അറുതി വരുന്ന ദിവസമാണ്. പുതിയ പഠനങ്ങൾക്ക് തയ്യാറെടുക്കാൻ പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. ദീർഘമായ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമാണ്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായി കാണുന്നു. എന്നാൽ സാമൂഹ്യ പ്രവർത്തകർക്ക് വിമർശനങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുള്ള ദിവസമാണ്. മത്സ്യബന്ധന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. കാർഷിക മേഖലയിലും ഭക്ഷ്യ വസ്തുക്കൾ സംഭരിക്കുന്ന മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരിക്കും. ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടുവാൻ ഉള്ള സാഹചര്യം തെളിഞ്ഞു വരുന്ന ദിവസമായിരിക്കും. ആരോഗ്യകാര്യങ്ങളിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അയവ് വരുന്ന ദിവസമാണ്. വാഹനങ്ങൾക്ക് റിപ്പയർ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ഗൃഹോപകരണങ്ങൾക്ക് റിപ്പയർ വരാൻ സാധ്യതയുണ്ട്. ധനച്ചിലവ് അധികരിച്ച് നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അതുകൊണ്ട് ഇന്നും അമിതമായ ചിലവ് വരുവാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്കും സഹോദരങ്ങൾക്കും വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അവരുടെ അഭിവൃദ്ധി കണ്ട് അല്ല അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ കണ്ടൊക്കെ സന്തോഷിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. ദീർഘയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. IT മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ ഉത്സാഹഭരിതമായി ജോലി ചെയ്യുന്നവർക്ക് അംഗീകാരം ലഭിക്കുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.